الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ അല്ലാഹുവേ, ഞങ്ങളുടെ ഇൽമിന്റെ മജ്ലിസിനെ ഖബൂലാക്കണേ റഹ്മാനെ. പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ അഫൂ ചെയ്യണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. السابقون السابقون أولئك المقربون في جنات النعيم. മുഅ്മിനീങ്ങളെ, സാബിഖീങ്ങളെ വിഷയമാണ് ഇന്നലെ പറഞ്ഞു വെച്ചത്. വകുന്തും അസ്വാജൻ സലാസ, നിങ്ങൾ 3 വിഭാഗക്കാരാണ്. ഐലി അസ്ഹാബുൽ മൈമന അസ്ഹാബുൽ മശ്അമ. അങ്ങ് 6 ചൊന്നു. അങ്ങ് അല്ലാഹു തആല കൊടുക്കുന്ന പ്രതിഫലം അത് ഇനി പിന്നെ ചൊല്ലണത്. പിന്നെ ചൊന്നു സാബിഖൂന സാബിഖൂൻ. അതാ സാബിഖീങ്ങള് ചുരുക്കി പറഞ്ഞാൽ ഖൈറായ വിഷയത്തിലേക്ക് വേഗം നടന്നു പോണ്ടങ്ങ. എന്തെല്ലാം ഖൈറാത്തുകളുണ്ട്, അല്ലാഹു തആല പൊരുത്തപ്പെട്ട എന്തെല്ലാം ഖൈറായ പ്രവർത്തനമുണ്ട്, അമലുണ്ട്, അതിലേക്ക് വേഗം പോണ്ടങ്ങ, അതിലേക്ക് മുന്നിട്ട് പോണ്ടങ്ങ. അസ്സാബിഖൂൻ, അവർ സ്വർഗത്തിലും മുന്നിലാണ്. എ ഗ്രേഡുകാർ സ്വർഗത്തിലും എ ഗ്രേഡിൽ തന്നെയാണ്. അതാണ് പറഞ്ഞത്. ഉലൈക്കൽ മുഖറബൂൻ, അവർ അള്ളാഹുവിന്റെ സാമീപ്യമുള്ളവരാണ്. ഇതേ വിഷയം സൂറത്തുൽ മലായിക്ക. ചിലപ്പോൾ സൂറത്തുൽ മലായിക്ക കണ്ടിട്ടില്ല. സൂറത്തുൽ മലായിക്ക എന്നൊരു സൂറത്തുണ്ട്. അതാണ് ഏതാണ് ഫാത്തിർ. ആ സൂറത്തുൽ ഫാത്തിറിനേക്ക് സൂറത്തുൽ മലായിക്ക എന്നൊരു പേരുണ്ട്. ثم أورثنا الكتاب الذي اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات. സൂറത്തുൽ മലായിക്ക അല്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിർ 32-ാമത്തെ ആയത്ത്. ആ ആയത്ത് അല്ലാഹു തആല പറയുന്നു, ثم أورثنا الكتاب الذين اصطفينا من عبادنا. ഞങ്ങൾ അടിമകളെ കൂട്ടത്തിൽ കിതാബ് കൊടുക്കാൻ വേണ്ടി ഒരു വിഭാഗത്തെ ഞങ്ങൾ തെരഞ്ഞെടുത്തു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖൗമിലും ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഖൗമിലും ഓരോ നബിമാരെ കൂട്ടത്തിൽ കിതാബ് കൊടുക്കാൻ വേണ്ടി കിതാബ് കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഒരു കൂട്ടം ആളുമാരെ തെരഞ്ഞെടുത്തു. ഫമിൻഹും, അവരിൽ പെട്ടവരാണ്, ആ തെരഞ്ഞെടുത്ത സമൂഹത്തിൽ ഉമ്മത്തിൽ പെട്ടവരാണ്. അവർ കിതാബ് കിട്ടിയിട്ടും അവരെ സ്വന്തം നഫ്സ് കൊണ്ട് അവർ അക്രമം ചെയ്തു. ആ കിതാബ് കൊണ്ട് അവർ വിശ്വസിച്ചില്ല. ആ കിതാബ് കിട്ടിയിട്ടും അവരെ സ്വന്തം നഫ്സിനെ തന്നെ അവർ ദുൽമ ചെയ്തു. അവർ തെമ്മാടിത്തരം ചെയ്തു. അവർ റൗഡിസം ഇവിടെ കാണിച്ചു. അതാണ് അസ്ഹാബുൽ മശ്അമ എന്ന് പറയുന്ന വിഭാഗം. പിന്നീട് പറഞ്ഞു മധ്യമായ നിലക്ക് ജീവിച്ചവർ. ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ തെറ്റുകൾ വന്നിരിക്കും, അവർ തൗബ ചെയ്തിരിക്കും, എന്നിട്ട് സ്വർഗത്തിലേക്ക് കടന്നിരിക്കും. മധ്യവർഗക്കാർ, അതാണ് അസ്ഹാബുൽ മൈമന എന്ന് പറഞ്ഞത്. വമിൻഹും, അവരെ കൂട്ടത്തിൽ പെട്ടവരാണ് സാബിഖും ബിൽ ഖൈറാത്ത്. സൂറത്തുൽ വാഖിയിൽ പറഞ്ഞത് വസ്സാബിഖൂന സാബിഖൂൻ. ഖൈറായിലേക്ക് വളരിപ്പോയവർ. ഖൈറായ എന്തെല്ലാം ഉണ്ട്, നാട്ടിൽ എന്തെല്ലാം ഖൈറാത്തുകളുണ്ട്, ആ ഖൈറിലേക്ക് മുന്നിൽ പോയി നിന്നവർ അവരാണ് സാബിഖീങ്ങള്. ഈ വസ്സാബിഖൂന സാബിഖൂന എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അബീ സൗദ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അബീ സൗദ റളിയല്ലാഹു അൻഹു മഹാനവർകള് തന്റെ ശിഷ്യന്മാർക്ക്, തന്റെ കൂടെയുള്ള ആളുമാർക്ക് ദർസ് എടുത്തു കൊടുക്കുകയാണ്. സൂറത്തുൽ വാഖിയ. ഈ ദർസ് എടുത്തു കൊടുക്കുമ്പോ തന്റെ ശിഷ്യന്മാരോട്, തന്റെ കൂട്ടുകാരോട് ചോദിക്കുന്നു, ആരാണ് സാബിഖീങ്ങള്? എല്ലാരും കേട്ടോടിയും. ആരാണ് സാബിഖീങ്ങള്? ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഖുർആൻ പഠിപ്പിക്കുന്നു. എന്നിട്ട് ആ സാബിഖീങ്ങൾ ആരാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ബഹുമാനപ്പെട്ടവർ പറയുന്നു, നിങ്ങൾക്കറിയുമോ ആരാണ് സാബിഖീങ്ങൾ?
ആ ശിഷ്യന്മാരെല്ലാവരും കാത് കേൾക്കുന്നു. കാത് കൊണ്ട് കേൾക്കുന്ന ആരാണ്? അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുന്നു, അന്നഹും അന്നഹുമുസ് സാബിഖൂന ഇലൽ മസാജിദി വൽ ഖുറൂജി ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ആരാണോ ആദ്യമായിട്ട് എത്തുന്നത്, അള്ളാഹുവിന്റെ പള്ളിക്ക് നിസ്കരിക്കാൻ, ദിക്ർ ചൊല്ലാൻ, ഖുർആൻ ഓതാൻ, ഇഅ്തികാഫിരിക്കാൻ ആദ്യമായിട്ട് ഫസ്റ്റായിട്ട് ആരാണോ വരുന്നത് അവർ സ്വാബിഖീങ്ങളാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, വൽ ഖുറൂജ് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ വഴിയിൽ ത്യാഗം ചെയ്യാൻ, അള്ളാഹുവിന്റെ വഴിയിൽ സമരം ചെയ്യാൻ ആരാണോ ആദ്യമായിട്ട് പുറപ്പെടുന്നത് അവരാണ് അള്ളാഹുവിന്റെ സാബിഖീങ്ങള്. ഇതേപോലെ മുത്തുനബിന്റെ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അസ്സാബിഖൂന സാബിഖൂന ഉലൈകൽ മുഖറബൂൻ. സാബിഖീങ്ങൾ സ്വർഗ്ഗത്തിലും സാബിഖീങ്ങളാണ്, അവർ അല്ലാഹുവിന്റെ സാമീപ്യമുള്ളവരാണ്. ആരാണ് സാബിഖീങ്ങള്? ബഹുമാനപ്പെട്ടവർ പറയുന്നു, അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ഗലാട്ടാക്കുവാനായിട്ടല്ല, നിസ്കരിക്കാൻ വേണ്ടി, ഖുർആൻ ഓതാൻ വേണ്ടി, ഇഅ്തികാഫിരിക്കാൻ വേണ്ടി ആദ്യമായിട്ട് പള്ളിയിലേക്ക് ചെല്ലുന്നവൻ അവനാണ് സ്വാബിഖ്. വആഖിറു മൻ യഖ്റുജു മിൻഹു, ആ പള്ളിയിലിട്ട് അവസാനം ആരാണോ പോകുന്നത്, ആദ്യം വരുന്നവനും ആ പള്ളിയിലിട്ട് അവസാനം പോകുന്നവനാണ് സ്വാബിഖീങ്ങള്. ഇപ്പൊ എന്തായത്? ഇപ്പൊ ഖുത്ബ രണ്ടും കഴിഞ്ഞിട്ട് ഇക്കാമത്ത് കൊടുത്തിട്ടു ഫാത്തിഹ ആയിട്ട് സബ്ബീസ്മ ലാസ്റ്റ് എത്തുമ്പോൾ ബന്ധേ സുബ്ഹാനല്ലാഹ് സലാം, ഇമാം സലാം വീട്ടി രണ്ടാമത്തെ സലാം വീട്ടുമ്പോ ഗേറ്റ് അവിടെ എത്തിട്ടാവുള്ളൂ. അവർ സാബിഖീങ്ങളാ. എന്റെ മുഅ്മിനീങ്ങളോട് ചൊല്ലുകൊള്ളോ, ഈ സൂറത്തുൽ വാഖിയ ഈ പാവപ്പെട്ട ഞാൻ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിച്ച് എനിക്കും ഒരു കൂലി കിട്ടണം, കേൾക്കുന്ന നിങ്ങൾക്കും ഒരു കൂലി കിട്ടണം. ഞങ്ങൾ സാബിഖീങ്ങളാവണോ? ദുനിയാവിൽ എന്തെല്ലാം ഖൈറാത്തുകളുണ്ട്, ആ ഖൈറിലേക്ക് ഒരിക്കലും മുടക്കം വരുന്ന ആൾ ഞങ്ങളായി പോകരുത്. ഈ നാട്ടിലേക്കും ഈ സമൂഹത്തിലേക്കും ഈ ഉമ്മത്തിലേക്കും എന്തെല്ലാം ഖൈറാത്തുകളുണ്ട്, അതിലേക്കെല്ലാം ഞങ്ങൾ സപ്പോർട്ടായി അതിന് വേണ്ടി പ്രവർത്തിക്കണം. അപ്പോ ഇവിടെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, പള്ളിയിലേക്ക് ആദ്യം വരുന്നവനും പള്ളിനിട്ട് അവസാനം പോകുന്നവരാണ് സാബിഖീങ്ങള്. അല്ലാഹുവേ, അവരെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട ഐസ ബീബി റളിയല്ലാഹു തആല അൻഹാ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഐസ ഉമ്മ പറയുന്നു, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് തന്റെ സ്വഹാബാക്കളെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, അതദ്റൂന മനിസ് സാബിഖൂന ഇലാ ദില്ലി യൗമിൽ ഖിയാമ. ഓ സ്വഹാബാക്കളെ, നിങ്ങൾ അറിയുമോ മനിസ് സാബിഖൂന ഇലാ ദില്ലി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അർശിന്റെ തണലേക്ക് ആദ്യം എത്തുന്നവർ ആരാണെന്നറിയുമോ? ആദ്യം അർശ്, അള്ളാഹുവിന്റെ അർശിന്റെ തണൽ നാളെ മഹ്ശറിൽ കൊടുക്കും ഒരു വിഭാഗം ആൾമാർക്ക്. ആ അർശിന്റെ തണലിലേക്ക് ആദ്യം എത്തുന്നവർ ആരാണെന്നറിയുമോ? ഖാലു, സ്വഹാബാക്കൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവും റസൂലിനും മാത്രം അറിയുമത്രേ. അല, അപ്പോൾ ഹബീബായ മുത്തുനബി പറഞ്ഞു, അല്ലദീന ഇദാ ഉഅതുൽ ഹഖ്ഖ ഖബിലൂഹു വഇദാ സുഇലൂഹു ബദലൂഹു വഹഖമുൻ നാസ കഹുകുമിഹിം ലിഅൻഫുസിഹിം. ആരാണെന്നറിയുമോ? ആ സാബിഖീങ്ങൾ ആരാണെന്നറിയുമോ? ഇദാ അല്ലദീന ഇദാ ഉഅതുൽ ഹഖ്ഖ, അവർക്ക് കിട്ടേണ്ട അവകാശം, ആ വിഭാഗത്തിന് കിട്ടേണ്ട അവകാശം അവർക്കൊന്ന് കിട്ടാനുണ്ടെങ്കിൽ അവർ എന്താക്കും? ഖബിലൂഹു, അതിനെ സ്വീകരിക്കും. നിങ്ങൾക്ക് ആരൊക്കെ പൈസ കിട്ടുന്നെങ്കിൽ, സമ്പത്ത് കിട്ടുന്നെങ്കിൽ ആ വിഭാഗം എന്താക്കും? എടുത്തോളും, വാങ്ങും, സ്വീകരിക്കും. വഇദാ സുഇലൂഹു ബദലൂഹു, അവരൊക്കെ സക്കാത്തിന്റെ പൈസ ഉണ്ടു, അത് സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ബദലൂഹു, അവർ എന്താക്കും? കൊടുക്കും. അവർ സക്കാത്തിന്റെ പൈസ മാറ്റിവെക്കുന്നവരല്ല, അല്ലെങ്കിൽ കിട്ടേണ്ട അവകാശം അവർ സ്വീകരിക്കും, കൊടുക്കേണ്ടത് കൊടുക്കും. ഇനി ആ വിഭാഗം ഒരു ജഡ്ജിയായിട്ട് വന്നെങ്കിലോ, ഒരു ഖാളിയായിട്ട് വന്നെങ്കിലോ,
ഒരു വിധികർത്താവായിട്ട് വന്നെങ്കിലോ ജനങ്ങൾക്ക് വേണ്ടി അവൻ വിധിക്കും. അവന്റെ സ്വന്തം നഫ്സിനിക്ക് എന്താണോ അവൻ വിധി പറയുന്നത്, അവന്റെ സ്വന്തം നഫ്സിനിക്ക് ആ വിധി അവനിക്ക് സന്തോഷമാണോ എങ്കിൽ അവൻ ഒരാളെ മുഖം നോക്കൂല. എന്റെ കുടുംബമാണ്, എന്റെ പാർട്ടിന്റെ ആളാണ്, തെറ്റ് വന്നാലും തെറ്റ് എന്ന് വിധിക്കുന്നവനാണ് യഥാർത്ഥ ജഡ്ജി. ഇതിന്റെ പാർട്ടിക്കാരനല്ലെന്ന് പറഞ്ഞിട്ട്, എന്റെ ഗ്രൂപ്പുകാരനല്ലെന്ന് പറഞ്ഞിട്ട് അവനിക്കൊരു വിധി, മറ്റുള്ള ഒരാൾക്കൊരു വിധി. അങ്ങനല്ല. നിയമം പോലെ നീതി പോലെ വിധിക്കുന്ന ആള് അവരാണ് സാബിഖീങ്ങള്. ഇത് പറയുമ്പോ ഒരു ചരിത്രം ഓർമ്മ വരുന്നു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നീതിയുടെ വലിയ നേതാവല്ലേ. ഉമർ റളിയല്ലാഹു ഇല്ലെങ്കിൽ നീതിയില്ല. ഇവിടെയുള്ള കവിക്കാർ പാടിയത് ഉമർ റളിയല്ലാഹുനുണ്ടോ നീതി ഉണ്ട്, നീതിയില്ലേ ഉമർ റളിയല്ലാഹുനു ഇല്ല എന്ന് പറഞ്ഞാൽ അത്രയും വലിയ നീതിന്റെ നേതാവാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഇമാം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഖലീഫയായിട്ട്, അവിടുത്തെ അമീറായിട്ട് അവിടുന്ന് ഭരണം നടത്തുമ്പോൾ ഒരു ദിവസം ഒരു കേസ് വന്നു. കേസിൽ ആരാണ് പ്രതിയും വാദിയും? ആരാണ് പ്രതിയും വാദിയും? സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതേപോലെ അലി റളിയല്ലാഹുവിന്റെ കൂട്ടുകാരൻ, രണ്ടാളും കേസുമായിട്ട് വന്നു. അവിടെ ഇതുള്ള ആരുടെ ഭാഗത്താണ്? സത്യമുള്ളത് അലി റളിയല്ലാഹുവിന്റെ ഭാഗത്താണ്. പ്രതിയും വാദിയും അലി റളിയല്ലാഹുവിനും മറ്റൊരു കൂട്ടുകാരൻ ഒരു വിഷയത്തിൽ കേസ് വന്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക്. ഉമർ റളിയല്ലാഹുവിന്റെ ഓഫീസിലേക്ക് എത്തി സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. മറ്റൊരാളും രണ്ടാളും എത്തി. അലി റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ ആരാണ്? ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ബഹുമാനിച്ച ആൾ, ഹബീബായ മുത്തുനബി പോലും ബഹുമാനം കൊടുത്ത ആൾ, ഫാത്തിമ ഉമ്മയുടെ ഭർത്താവ്, ഇനി പിന്നീട് ഇസ്ലാമിന്റെ 4ാമത്തെ ഖലീഫയാകാൻ പോകുന്ന ആൾ, ആ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. മറുഭാഗത്തൊരു കൂട്ടുകാരൻ, രണ്ടാളും റളിയല്ലാഹുവിന്റെ ഓഫീസിലെത്തി. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിന്റെ ഓഫീസിലെത്തിയിട്ട് ആ VIP ഇരിക്കുന്ന വലിയ വലിയ ആൾമാർ ഇരിക്കുന്ന ആ ഭാഗത്ത് അലി റളിയല്ലാഹു അൻഹു നിന്നു. മറുഭാഗത്ത് പാവപ്പെട്ട മറ്റൊരാളുമുണ്ട്. സത്യം അലി റളിയല്ലാഹുവിന്റെ ഭാഗത്താണ്. ഉമർ റളിയല്ലാഹു അൻഹു വിധിയാണ് പറയേണ്ടത്, ജഡ്ജിയാണ് അവിടുത്തെ. ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി, അലി റളിയല്ലാഹു അൻഹു VIP ഇരിക്കുന്ന സ്ഥലത്ത് അയാൾ നിന്നാൽ മറ്റാൾക്ക് എന്തെങ്കിലും ഉണ്ടാവും, മനസ്സിന് എന്തെങ്കിലും ബേജാറായി പോകും. ഉടനെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അബൽ ഹസൻ, മാറി നിൽക്കണം ഇവിടുന്ന്. യാ അബൽ ഹസൻ, നീ നിൽക്കേണ്ട സ്ഥലമല്ല, ഇവിടുന്ന് മാറി നിൽക്കണം. ആരാണ് പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരോടാണ് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂല് പോലും ബഹുമാനം കൊടുത്ത അലി റളിയല്ലാഹു അൻഹു. സംഭവം ഉമർ റളിയല്ലാഹു അൻഹു നീതിന്റെ ആളാണ്. അങ്ങനെ അലി റളിയല്ലാഹു പറഞ്ഞു, ഈ VIP ഇരിക്കേണ്ട സ്ഥലത്ത് നിൽക്കണ്ട, മാറി നിൽക്കണം. കാരണം മറ്റൊരു ഭാഗത്തുള്ള ആൾക്ക് എന്തോ മനസ്സിൽ വിഷമം വന്നു പോകും. അങ്ങനെ തീരുമാനം കഴിഞ്ഞു. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അതാ ഓഫീസ് നിട്ട് അവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറഞ്ഞു, അലി, വിഷമം തോന്നിയ, ബേജാറായി പോയാ, മാറി നിൽക്കണം ഞാൻ പറഞ്ഞല്ലോ, അത് മനസ്സിലേക്ക് എന്തെങ്കിലും ബേജാറായി പോയാ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, എനിക്ക് ബേജാറായി പോയി. പിന്നെയും ചോദിച്ചു, അലി, ഞാൻ നീതി വിധിക്കേണ്ട ആളല്ലേ, ഞാൻ നീതിന്റെ പക്ഷത്ത് നിൽക്കേണ്ട ആളല്ലേ, ആ സമയത്ത് എനിക്ക് അങ്ങനെ പറയാണ്ടിരിക്കാൻ സാധിക്കുമോ? അവിടെ നിങ്ങൾ രണ്ടാളും വാദിയും പ്രതിയായിട്ട് വന്ന ആളല്ലേ. തീർത്തും എനിക്ക് ഉറപ്പായിട്ടും എനിക്ക് ദുഃഖമായി. ഉമർ റളിയല്ലാഹു അൻഹു വേദനിച്ചു. കാരണം അലി റളിയല്ലാഹു അൻഹു മുത്തുനബി പോലും ബഹുമാനം കൊടുത്ത ആള്, ഖൈബർ യുദ്ധത്തിൽ ആ യുദ്ധത്തെ അവിടുന്ന് വിജയം കൊണ്ടുവന്ന ആള്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അലി, നിങ്ങൾക്ക് രസമായത് എന്ത് വിഷയമാണ്? പറഞ്ഞു, ഞാൻ നീതിയല്ലേ വിധിച്ചത്, എനിക്കങ്ങനെ പറയാണ്ടിരിക്കാൻ സാധിക്കുമോ? ഞാൻ നീതിയല്ലേ പറഞ്ഞത്. അപ്പോഴാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഓ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ചെയ്ത 100ക്കും തെറ്റാണ്. നിങ്ങൾ അവിടെ പറഞ്ഞല്ലോ, യാ അബൽ ഹസൻ,
ഓമന പേര് പറഞ്ഞ് എന്റെ മോന്റെ പേരും കൂട്ടിയിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ അങ്ങനെയല്ല പറയേണ്ടത്. യാ ഹസൻ യാ അലി, എന്റെ പേരാണ് ഇവിടെ പറയേണ്ടത്. എന്നെ ബഹുമാനിച്ചിട്ട് യാ അബൽ ഹസൻ, ഹസൻ റളിയല്ലാഹു അൻഹു ബാപ്പയെ എന്നല്ലേ നിങ്ങൾ വിളിച്ചത്? അതുപോലും തെറ്റായി പോയി. നിങ്ങൾ അവിടെ വിളിക്കേണ്ടത് യാ അലി. അതാണ് നീതിന്റെ നേതാക്കന്മാർ, അവരാണ് സാബിഖീങ്ങള്. അതാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അവർ ജഡ്ജിയായിട്ട് വന്നാൽ വഹകമൂ ലിന്നാസി കഹുകുമിഹിം ലിഅൻഫുസിഹിം, അവർ ജഡ്ജിയായിട്ട് വന്നാൽ നീതിന്റെ പക്ഷത്ത് നിൽക്കും. അവിടെ അലി റളിയല്ലാഹുവിന്റെ നീതി നോക്കണം, ഉമർ റളിയല്ലാഹുവിന്റെ നീതി നോക്കണം. അവരാണ് സാബിഖീങ്ങള്. അല്ലാഹുവേ അവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. അപ്പൊ മൊത്തത്തിൽ പറയാനുള്ളത്, ഞങ്ങൾ സാബിഖീങ്ങളാവണോ? സാബിഖീങ്ങളെ കൂട്ടത്തിൽ പെടണോ? ദുനിയാവിൽ എന്തെല്ലാം ഖൈറാത്തുകളുണ്ട്, ആ ഖൈർ മുഴുവനും ഞങ്ങൾ എന്താവണം? ചേരണം. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ഫസ്തബിഖുൽ ഖൈറാത്ത ഐനമാ തകൂനു യഅതി ബികുമുല്ലാഹു ജമീആ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എത്രയോ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും പറയുന്നു, സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള് ഉഇദ്ദത് ലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. ദുനിയാവിൽ എന്തെല്ലാം ഖൈറാത്തുകളുണ്ടോ ആ ഖൈറിലേക്ക് നാം എത്തണം. എങ്കിലാണ് സാബിഖീങ്ങളെ കൂട്ടത്തിൽ പെടാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇന്നലെ പറഞ്ഞു വെച്ചത്. ഏറ്റവും വലിയ സാബിഖീങ്ങളെ കൂട്ടത്തിൽ ഒന്നാമത്തെ ലിസ്റ്റിൽ ആരാണ് നിൽക്കുന്നത്? അത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇൻഷാ അല്ലാഹ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാബിഖീങ്ങൾ പെടാനുള്ള അയാളുടെ ഭാഗത്തുണ്ടായ ആ പ്രവർത്തനം, ആ അമൽ എന്താണെന്ന് നാളത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം. അർഹമുർ റഹീമായ അല്ലാഹു നമ്മളെ വക്കന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. أرحم الراحماയ അല്ലാഹ് ഞങ്ങളെ ഈ മജ്‌ലിസ് നീ ഖബൂലാക്കണേ റഹ്മാനേ. പാവപ്പെട്ട ഞങ്ങൾക്ക് നീ പുറത്തു താ അല്ലാഹ്. ഞങ്ങളെ കടങ്ങളെ നീ തീർത്തു താ റഹ്മാനെ. ഞങ്ങളെ മക്കളെ പോറ്റി വളർത്താൻ, ഉമ്മവാപ്പക്ക് സഹായിക്കാൻ, ദീനിക്ക് സഹായിക്കാനുള്ള സമ്പത്ത് അല്ലാഹുവേ ഞങ്ങളെ കയ്യിൽ നീ എത്തിച്ചു തരണം അല്ലാഹ്. ഞങ്ങളെ കടങ്ങളെ നീ തീർക്കണം അല്ലാഹ്. ഞങ്ങളെ ബിസിനസ്സിന്, ഞങ്ങളെ ഏർപ്പാടിന് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഹലാലായ സമ്പത്തിന് ധാരാളം തരണേ അല്ലാഹ്. ഞങ്ങളെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാഹ്. ഈമാനോടെ തഖ്വയോടെ ജീവിപ്പിക്കണേ അല്ലാഹ്. ഈ നാട്ടിലേക്ക് വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അവസാനം മരിക്കുമ്പോൾ അല്ലാഹ് നിന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട പൂമുഖം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി ജുമുഅ രാത്രിയോ പകലോ റമളാനിലായി ഞങ്ങളെ റൂഹിനെ നീ പൊടിക്കണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.